Hello everyone, welcome to LearnWise online learning platform. Myself Labiba and IGNO ഓഫർ ചെയ്യുന്ന ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലെ MJM022 റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ എത്ര ബ്ലോക്കുകളാണ്, അതിൽ എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട്, ഓരോ യൂണിറ്റ്സിന്റെ പേര് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ബ്ലോക്ക് 1 റൈറ്റിംഗ് സ്കിൽസിലെ യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടിന്യൂവേഷൻ വിൽ ബി ദർ. സോ ഇപ്പൊ ഇന്ന് നമ്മൾ പറയുമ്പോൾ ബേസിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഒരു കാര്യം എഴുതുക എന്നുള്ളതാണ്. അപ്പം ബേസിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പ്രിന്റ് മീഡിയയിൽ അത് ന്യൂസ് ആയിക്കോട്ടെ, ഫീച്ചർ ആയിക്കോട്ടെ, മാഗസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്. ഇപ്പം നമ്മൾ ന്യൂസ് എഴുതുന്ന പോലെയല്ല ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുക, ആർട്ടിക്കിൾ എഴുതുക അല്ലെങ്കിൽ ഫീച്ചർ എഴുതുക. അപ്പം ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു യൂണിറ്റിന് ഡിഫറെന്റ് സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് മെത്തേഡ്സ് ഓഫ് റൈറ്റിംഗ് ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം എഴുതേണ്ടത് എന്നും, എങ്ങനെയാണ് ബിഗിനിങ് ടു റൈറ്റ്, എങ്ങനെ നമ്മൾ അത് എഴുതി തുടങ്ങണമെന്നും, ഓർഗനൈസിങ് യുവർ റൈറ്റിംഗ്, നമ്മൾ അത് കഴിഞ്ഞ് എങ്ങനെയാണ് ആ ഒരു റൈറ്റിപ്പിനെ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നും, ദെൻ ദ കംപ്ലീറ്റ് റൈറ്റിംഗ് പ്രോസസ്, ഒരു റൈറ്റിംഗ് പ്രോസസ്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം വാട്ട് ഈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 മാർഗങ്ങളുണ്ട്. അതായത് നമ്മുടെ ഐഡിയകള്, തോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാളെ അറിയിക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതില് ഫസ്റ്റ് വൺ എന്താണ്, സ്പീക്കിംഗ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് റിട്ടൺ. അതായത് നമ്മൾ ഒരു കാര്യം ബാക്കിയുള്ള ആളുകളെ അറിയിക്കണം. അപ്പൊ നമ്മൾ ഒന്നുകിൽ അവരോട് എന്ത് ചെയ്യും, സംസാരിച്ചിട്ട് അത് കൺവേ ചെയ്യും. അതല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെയാണ് അത് കൺവേ ചെയ്യുക, എഴുതിയിട്ടാണ് കൺവേ ചെയ്യുക. അപ്പം റൈറ്റിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിലെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ ആണ്. ആൻഡ് അത് ആണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയകള് അല്ലെങ്കിൽ നമ്മുടെ തോട്ടുകൾ എന്നിവയെല്ലാം മറ്റൊരാൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗം. സോ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ബ്ലോഗിൽ എഴുതുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളറിയാം ട്വിറ്ററിൽ എഴുതുന്ന ആളുകളാണ്, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന ആളുകളാണ്, അത് യൂസ് ചെയ്യുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പം എല്ലാ എഴുത്തുകാർക്കും ഓഡിയൻസ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. എല്ലാ എഴുത്തിനെയും ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടാറില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയും ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയുമുണ്ട്. അപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച്, അവരെ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതേണ്ടത് എന്ന് എന്ത് ചെയ്യാം, നമുക്കിവിടെ പഠിക്കാം. അപ്പം നമ്മൾ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജ് അവര് വായിക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഒരു എഴുത്ത് എങ്ങനെ എഴുതണം, അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണം, എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള 1 to 10 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങളും പറയാണ്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഒരു നല്ല എഴുത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കാര്യം എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കാര്യം എഴുതുകയാണെങ്കിൽ അവരവരുടെ 50 to 80% ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാനിങ്ങിനാണ് എഴുത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ ഒരു എഫേർട്ട് നമ്മൾ ഇടേണ്ടത്. കാരണം നമ്മൾ ഒരു കാര്യം എഴുതാൻ മനസ്സിൽ വിചാരിക്കുന്നത് മുതൽ എന്ത് ചെയ്യാണ്, അതിന്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യാണ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതെങ്ങനെ എഴുതണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഉണ്ടാവുക.
ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്ത് എഴുതുന്നതും പ്ലാൻ ചെയ്യാതെ എഴുതുന്നതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ആയിട്ട് മനസ്സിലാവാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ന്യൂസ് പേപ്പറിന്റെയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കണ്ട, നമ്മളൊരു എക്സാം എഴുതുകയാണെന്ന് നോക്കാം. അപ്പം ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് 80 മാർക്സിന്റെയോ 100 മാർക്സിന്റെയോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു സമയത്ത് അത് ഡിഫറെന്റ് സെക്ഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈനലി എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്സിന്. അപ്പൊ നമ്മളൊരു ഐഡിയ ഇല്ലാതെ കുറച്ച് 2 മാർക്സിന്റെ ഫസ്റ്റ് എഴുതാം, പിന്നെ അത് കഴിഞ്ഞിട്ട് 5 മാർക്സിന്റെ, പിന്നെ 10 മാർക്സിന്റെ ഒക്കെ മിക്സപ്പ് ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് എഴുതുന്നത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നമ്മളൊരു ടൈം ലിമിറ്റ് ഒന്നും വെക്കാതെ നമ്മൾ ഇഷ്ടമുള്ള പോലെ എഴുതുകയാണെങ്കിൽ അതൊരു ഫ്ലോപ്പ് ആയിരിക്കും. നമ്മുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന ആൾക്കും മനസ്സിലാവും നമുക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ്. സോ അതല്ലാതെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് തന്നെ 2 മാർക്സിന് ഇത്ര ടൈം വെക്കുകയാണ്, ദെൻ 5 മാർക്സിന് ഇത്ര ടൈം വെക്കുകയാണ്, ആൻഡ് 10 മാർക്സിന് ഇത്ര ടൈം ലിമിറ്റ് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാനിങ് ഒക്കെ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എന്തായിരിക്കും, വൃത്തി ഉണ്ടായിരിക്കും ആ ആൻസർ ഷീറ്റ്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ വേറെ എന്ത് കാര്യം എഴുതുന്ന സമയത്തും നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനെ പറ്റിയാണ് എഴുതേണ്ടത്, എങ്ങനെ നമ്മൾ എഴുതണം, എത്ര പാരഗ്രാഫ് ആയിട്ട് നമ്മൾ അത് ഡിവൈഡ് ചെയ്യണം, ദെൻ ആളുകളെ എങ്ങനെ നമ്മൾ അത് ഇൻട്രസ്റ്റോട് കൂടി വായിപ്പിക്കാനുള്ള എഴുത്ത് നമുക്ക് എഴുതാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് പെർഫെക്റ്റ് ആയാൽ തന്നെ നമ്മുടെ എഴുത്തിന്റെ മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങളും എന്തായിരിക്കും, നന്നായിട്ടാണ് വരിക. സോ 50 to 80% ടൈം നമ്മൾ ഒരു പ്ലാനിങ്ങിന് സ്പെൻഡ് ചെയ്താലും അതെന്തല്ല, നഷ്ടമല്ല. ദെൻ അടുത്തത് പറയുന്നത് തിങ്കിങ് അബൌട്ട് അവർ ഓഡിയൻസ്, അതായത് അല്ലെങ്കിൽ റീഡേഴ്സ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടന്റ് എഴുതുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ റീഡേഴ്സ് പല പ്രായത്തിലുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മിഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇതും അല്ലെങ്കിൽ ഒരു ജനറൽ ഓഡിയൻസിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത് അവർക്ക് എങ്ങനെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വായിക്കാൻ പറ്റും എന്നുള്ള രീതി നമ്മൾ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്യണം. ദെൻ അതിനുശേഷം സബ്ജക്റ്റ്, നമ്മൾ എന്തൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്, നമ്മുടെ ടോപ്പിക് എന്താ, എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു പൂർണ്ണ ധാരണ വരുത്തണം. ആ ഒരു ടോപ്പിക്കിനെ പറ്റി അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും അതിന്റെ ഫ്യൂച്ചറും എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു വിശ്വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് എഴുതുക, അങ്ങനെയല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അപ്പൊ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആണെങ്കിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് കളക്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരു രീതി എന്ത് ചെയ്യണം, സ്വീകരിക്കണം. ദെൻ അതിനുശേഷം റൈറ്റ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അതായത് എന്ത് ചെയ്യുക, ഒരു കാര്യം എഴുതി തുടങ്ങുക. ഒരിക്കലും എഴുതപ്പെടാത്ത ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും എന്തില്ല, കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതിയാൽ മാത്രമേ അത് എത്രത്തോളം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ മോശമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കുക. ദെൻ എഴുതിയതിന് ശേഷം ദെൻ റിവൈസ് ദ ഡ്രാഫ്റ്റ്, അതായത് നമ്മൾ എഴുതിയ കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്ന് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, അതിനെ പോളിഷ് ചെയ്യുക, അതിനെ റിഫൈൻ ചെയ്യുക, അതായത് അതിനൊരു പെർഫെക്റ്റ് റൈറ്റിംഗ് ആക്കി മാറ്റുക. സോ ഇതാണ് നമ്മൾ ഒരു ഗുഡ് റൈറ്റിംഗിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങൾ. സോ ദിസ് ഇസ് ഓൾസോ ദ സ്റ്റെപ്സ് ഓഫ് ദി റൈറ്റിംഗ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു കാര്യം റൈറ്റിംഗിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. അതായത് പ്ലാനിങ്, കൺസിഡർ യുവർ റീഡർ, ഇൻവെസ്റ്റിഗേറ്റ് യുവർ സബ്ജക്ട് ടോപ്പിക്, ഓർഗനൈസ്, റൈറ്റ് എ ഫുൾ ഡ്രാഫ്റ്റ്, റിവൈസ് ആൻഡ് റീഫൈൻ. സോ ഈ സ്റ്റെപ്സുകളോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഴുത്തിനെ ഒരു പെർഫെക്റ്റ് റൈറ്റപ്പ് ആയിട്ട് മാറ്റാൻ പറ്റും. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ്. ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് കീ എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. അതായത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റൈറ്റിംഗ് നടക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്തിനെ അല്ലെങ്കിൽ എങ്ങനെ, ആർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്താലാണ് ഒരു റൈറ്റിംഗ് സക്സസ്ഫുൾ ആവുക. അപ്പം എലമെന്റ്സിൽ പറയുന്നത് ഫസ്റ്റ് പർപ്പസ് ആണ്. പർപ്പസ് എന്ന് പറഞ്ഞാല് വൈ ആം ഐ റൈറ്റിംഗ് ദിസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത് എന്നുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യണം, ഒരു എഴുത്തുകാരനിൽ ഉണ്ടായിരിക്കണം. ഇപ്പം അത് പല പർപ്പസ് ആയിരിക്കാം. ഇപ്പൊ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ എഴുതുന്നവരുണ്ടാവാം, റീഡേഴ്സ് വായിക്കാൻ വേണ്ടി കാര്യങ്ങൾ എഴുതുന്നുണ്ടാവാം, നമ്മുടെ ഇമോഷൻസ് ബേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ എഴുതുന്നുണ്ടാവാം. എല്ലാ എഴുത്തിനും എന്തുണ്ടായിരിക്കും, ഒരു പർപ്പസ്, ഒരു ആവശ്യകത ഉണ്ടായിരിക്കും. ദെൻ സബ്ജക്ട് മാറ്റർ, ഫ്രം വേർ ഡു ഐ സോഴ്സ് ദ മെറ്റീരിയൽ ഫോർ ഇറ്റ്, അതായത് എവിടെ നിന്നാണ്
നമുക്ക് ഒരു സബ്ജക്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നത്, അപ്പം ഒരു ടോപ്പിക് എവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ടോപ്പിക് എന്താണ് എന്നുള്ളതാണ്. ദെൻ റീഡർ ഓർ ഓഡിയൻസ്, അതായത് നമ്മുടെ വായനക്കാരില്ലെങ്കിൽ എന്താണ്, ഒരു എഴുത്തിന് ലൈഫില്ല എന്നാണ് പറയാ. നമ്മൾ തന്നെ എഴുതുക, നമ്മൾ തന്നെ വായിക്കുക, അതിലെന്തില്ല, ഒരർത്ഥമില്ല. നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകൾ വായിക്കുന്ന സമയത്താണ് അതിനെന്താണ് ഒരു മീനിങ് വരുന്നത്. അപ്പം ഓഡിയൻസ് എന്നുള്ളതും പ്രൈമറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അടുത്തതാണ് പ്രോസസ് ഓഫ് റൈറ്റിംഗ്. എങ്ങനെയൊക്കെയാണ് ഒരു എഴുത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിൽ 3 പ്രോസസ്സാണ് പറയുന്നത്: പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റീ റൈറ്റിംഗ്. അതായത് 3 സ്റ്റേജസ് അല്ലെങ്കിൽ 3 പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റിംഗ് പോകുന്നത്. അതായത് റൈറ്റിംഗ്, പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ എടുക്കുന്ന സമയത്തിന്റെ മുന്നേ, അതായത് നമ്മൾ എഴുതുന്നതിന് മുന്നേ ഉള്ള പ്ലാനിങ്ങുകൾ, അതേപോലെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രീ റൈറ്റിംഗിൽ വരിക. ദെൻ കംസ് റൈറ്റിംഗ്, നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് റീ റൈറ്റിംഗ്, നമ്മൾ എഴുതിയ കാര്യം എന്ത് ചെയ്യാണ്, വീണ്ടും ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ പോളിഷ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി ബെറ്റർ ആക്കുകയാണ്. അങ്ങനെ 3 പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു റൈറ്റിംഗ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നത്. ദെൻ പ്രീ റൈറ്റിംഗിൽ ഉള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ഐഡന്റിഫൈ യുവർ സബ്ജക്ട്. അതായത് നിങ്ങൾ എന്തിനെ പറ്റിയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ഏതാ ഒരു ടോപ്പിക്, ഇപ്പൊ നിങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയാണ് എഴുതുന്നതെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ നേച്ചറൽ ബ്യൂട്ടി, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജേർണലിസം ഫീൽഡ് തന്നെ എടുക്കാം. നമ്മൾ എഴുതാൻ പോകുന്നത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് വാട്ട് ഈസ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ എഴുതണം. അപ്പം ആ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, വ്യക്തമായിട്ട് നമുക്കൊരു ആശയം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യം എഴുതി തുടങ്ങാൻ പറ്റുള്ളൂ. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ ആ സബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയാണ്. നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റിനും നോളജിനും അനുസരിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണോ, അല്ലെങ്കിൽ അത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണോ. ഇപ്പൊ എല്ലാ സബ്ജക്റ്റും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവരുടെ ഡിമാൻഡ്സും മീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ജനറൽ പെർസ്പെക്റ്റീവ് എടുത്തിട്ട് ഓഡിയൻസിന് ഏറെക്കുറെ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുമെന്നുള്ള രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാണ് വേണ്ടത്. ദെൻ ആ സബ്ജക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ റിസർച്ച് ചെയ്യണം. നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പാസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ദെൻ കറന്റ്ലി ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നും, ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങളിൽ സംഭവിക്കുക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വരുത്തണം. ദെൻ നമ്മൾ അതിനുശേഷം നമ്മൾ എഴുതുന്ന ആ ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ചില ആളുകളുണ്ട്, ഇപ്പം നമ്മൾ ഒരു എന്താ പറയാ, അപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് തന്നെ എടുക്കാം. എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയെന്ന് വിചാരിക്കുക. പിന്നെ അത് പറഞ്ഞിട്ട് ഗവൺമെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവും, ദെൻ ഗവൺമെന്റിന് ശേഷം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ് അവരെത്തി എവിടെയൊക്കെയോ ഒരു ടോപ്പിക്കിലേക്ക് മാറിയിട്ടുണ്ടാവും. എൻവയോൺമെന്റൽ റിലേറ്റഡ് ഇഷ്യൂസ് പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ കുറ്റം പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു റൈറ്റപ്പ് മാറിയിട്ടുണ്ടാവും. അപ്പം അത് ചെയ്യരുത്. നമ്മൾ ഒരു ടോപ്പിക്കിൽ നിൽക്കുമ്പോൾ എല്ലാം മെൻഷൻ ചെയ്യാം, പക്ഷെ ആ ടോപ്പിക്ക് മാറി അല്ലെങ്കിൽ ആ ഇഷ്യൂ മാറി നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഫോക്കസ് ചെയ്യാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്തു. അപ്പം ആ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത്. സോ ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആണ് യൂസ് ഹൈലൈറ്റേഴ്സ്. ഹൈലൈറ്റേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ഡിഫറെന്റ് കളേഴ്സിൽ നമ്മൾ പോയിന്റ്സ് നോട്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കും, കുറെ കാര്യങ്ങൾ എഴുത്തുകൾ എടുക്കും, അങ്ങനെയുള്ള കുറെ പ്രോസസ്സുകളുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ വേറൊരാൾ എഴുതി അതേ കാര്യങ്ങൾ എന്ത് ചെയ്യല്ല, കോപ്പി ചെയ്യല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഇൻഫർമേഷൻസിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കളക്ട് ചെയ്യും. അപ്പൊ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക.
അത് എന്തിനാണ്? ഒരു എഫക്റ്റീവ്നെസ്സും അല്ലെങ്കിൽ എഫിഷ്യൻസിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ അതിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പാരഗ്രാഫ്സും സെന്റൻസുകളും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ആ ഒരു കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ മതി, വായിച്ചാൽ മതി. അപ്പം ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടത് നോട്ട് ചെയ്യാനും അത് കളക്ട് ചെയ്യാനും പറ്റും. മേക്ക് നോട്ട്സ്, അത് നമ്മൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നമ്മൾ പോവുകയാണെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സുകൾ, അതായത് പോക്കറ്റ് ഡയറികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെറിയ ചെറിയ നോട്ട്സുകൾ, പോയിന്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അപ്പം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്സ് കളക്ട് ചെയ്യുക എന്നുള്ളതും നല്ലൊരു മെത്തേഡാണ്. ദെൻ ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ളത് ചില ആളുകൾക്ക് പുതിയ വേർഡ് ആയിരിക്കാം, ചില ആളുകൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം. അതായത് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഐഡിയാസും മെത്തേഡ്സും അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ ഒരു റിലേറ്റഡ് ടേംസുകൾ നോട്ട് ചെയ്തിട്ട്, അതായത് സെന്ററിൽ നമ്മൾ മെയിൻ ടോപ്പിക് എഴുതുക, എന്നിട്ട് അതിന് ശേഷം കുറെ ആരോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് റിലേറ്റഡ് ടേംസ്, ഐഡിയാസ്, ഫാക്ട്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ 2 സെന്റൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വേർഡോ അല്ലെങ്കിൽ 2 വേർഡോ ഒക്കെ മാത്രമായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പം അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് അപ്പം നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അതായത് മെയിൻ ടോപ്പിക് സെന്ററിൽ കൊടുക്കുക, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അത് വേറെ വേറെ ആയിട്ട് കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ പ്ലാനിങ് സെഷൻസ്. പ്ലാനിങ് സെഷൻസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ കാര്യങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ കളർ ചെയ്ത് വെക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ടേപ്പ് റെക്കോർഡറോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ ഒക്കെ വെച്ചിട്ട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ എഴുതാനുള്ള ടൈം ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ആ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, പറഞ്ഞിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കളക്ട് ചെയ്യാണ്. ഇതും ഒരു നല്ല മെത്തേഡാണ്. ദെൻ ഇഷ്യൂ മാപ്പ്, ഇഷ്യൂ ട്രീ ഓർ എ മൈൻഡ് മാപ്പ്. അതായത് ഇപ്പൊ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷെ ബ്രെയിൻ സ്റ്റോമിങ് അല്ല. അതായത് ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വേർഡ്സ് വെച്ചിട്ട് നമ്മുടെ ഐഡിയാസ് എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്തിട്ട് നോട്ട് ഡൗൺ ചെയ്യാണ്. അപ്പം ഇഷ്യൂ ട്രീ അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് പറയുന്നത് ഒരു വിഷ്വലൈസേഷൻ ആണ്. അതായത് നമ്മൾ പ്ലേസ്, ഡേറ്റ് അല്ലെങ്കിൽ വെന്യൂ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു അവാർഡ് സെറിമണിയുടെ എക്സാമ്പിൾ ആണ്. അപ്പം ഇത് നോക്കുമ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറെ ഇൻഫർമേഷൻ സ്കാറ്റേർഡ് ചെയ്തിട്ടുള്ളതല്ല. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് വളരെ വ്യക്തവും സ്പഷ്ടമായിട്ട് ഒരു വിഷ്വൽ എലമെന്റിൽ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഡിസ്പ്ലേ പോലെ നമുക്ക് പ്ലേസ്, ഡേറ്റ്, എവിടെ വെച്ചിട്ട്, ഏത് പ്രോഗ്രാം, ഗസ്റ്റ് ആര്, ലൊക്കേഷൻ എവിടെ, ഡേറ്റ്, ടൈം, അങ്ങനെ നമുക്ക് വ്യക്തമായിട്ടുള്ള, അതായത് പെട്ടെന്ന് ആ ഒരു മൈൻഡ് മാപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആ ഒരു ഇൻഫർമേഷനോ ഐഡിയോ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂടെയോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെയോ നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ആണ് പേർപ്പസ്. സ്വാഭാവികമായിട്ട് നമ്മൾ എലമെന്റ്സിൽ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഓൾറെഡി, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിപ്പോ റൈറ്റിംഗ് ആയിക്കോട്ടെ, റീഡിംഗ് ആയിക്കോട്ടെ, വേറെ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനൊരു പേർപ്പസ് ഉണ്ടായിരിക്കും. അതായത് എന്തിനോ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പം നമ്മളെ എഴുത്ത് ഏതൊരു പേർപ്പസിന് വേണ്ടിയിട്ടാണോ വേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ വെച്ചിട്ട് അതിൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റുകൾ എഴുതണം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാണ്, നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാണ്, നമുക്കൊരു പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, വോണ്ടർ ചെയ്തിട്ട് അവിടെ പോണു, ഇവിടെ പോണു, ഊട്ടി പോണു, മൂന്നാർ പോണു, അങ്ങനെ കുറെ ചുറ്റി വളയുന്നു, അങ്ങനെ കുറെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കാണ്. പക്ഷെ നമ്മളൊരു പെർട്ടിക്കുലർ ട്രിപ്പ് എവിടേക്കാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക് പോവുക. അപ്പൊ അതിന്റെ മുന്നേ അവിടെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. അപ്പം ആ സമയത്ത് കിട്ടുന്നതും സ്കാറ്റേർഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്നതും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പേർപ്പസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അതെന്തായിരിക്കും, സംവാട്ട് ഫ്ലോപ്പ് ആയിരിക്കും. അപ്പം എഴുത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് വരിക. നമ്മളൊരു ഗോൾ വെച്ചിട്ട് ആ ഒരു പേർപ്പസിൽ വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, നമ്മളുടെ എഴുത്തിന് എന്തായിരിക്കും, ആ ഒരു
പ്രത്യേകമായിട്ടുള്ള ഫീലോ അല്ലെങ്കിൽ റീഡർ അത് വായിക്കുന്ന സമയത്ത് അവർക്കൊരു ഇൻട്രസ്റ്റോ ഉണ്ടായിരിക്കില്ല. എഴുതുന്ന ആള് എന്തൊക്കെയോ എഴുതി, വായിക്കുന്ന ആളുകൾക്ക് അതെന്താവുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും വരിക. ആൻഡ് നമ്മള് ഒരു എക്സ്പ്ലിസിറ്റ് പേർപ്പസ് സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യകതകൾ പറയുന്നുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു പേർപ്പസ് വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ പേർപ്പസ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഗോളിനനുസരിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേർപ്പസ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻസും ഐഡിയാസും കളക്ട് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയി പോവാതിരിക്കാൻ. ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ ഒരു കാര്യം എഴുതുകയാണ്. ഇപ്പൊ നമ്മൾ എഴുതുന്നത് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഡെമോക്രസിയിൽ നമ്മൾ ഒരു കാര്യം എഴുതുന്ന സമയത്ത് ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക്കിന്റെ പേർപ്പസ് മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ നമ്മളത് കുട്ടികൾക്കാണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി എഴുതുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് വളരെ വൈഡായിട്ട് അതിൽ എന്ത് ചെയ്യണ്ട, കാര്യങ്ങൾ എഴുതണ്ട. പക്ഷെ നമ്മൾ ഒരു ജനറൽ ഓഡിയൻസിനാണ് അത് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറെ ഇൻഫർമേഷൻസ് ആഡ് അപ്പോൺ ചെയ്യണം. അപ്പം കുട്ടികൾക്ക് എഴുതുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ വലിയ ആളുകൾക്ക് എഴുതുന്നത്. അപ്പം പെർട്ടിക്കുലർ പേർപ്പസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ ഇൻഫർമേഷൻസും ഐഡിയാസും ഒക്കെ കളക്ട് ചെയ്യാൻ. അല്ലാത്ത പക്ഷം എന്തായിരിക്കും, നമ്മുടെ ടൈം എന്തായിരിക്കും പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ വായിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കണക്ട് ആയിക്കൊള്ളണം ഇല്ല. സോ നെക്സ്റ്റ് പറയുന്നതാണ് നോയിങ് യുവർ റീഡർ. അതായത് ഇപ്പം നമ്മള് ടോപ്പിക് സെലക്ട് ചെയ്തു, അതിനൊരു പേർപ്പസ് ഉണ്ടാക്കി, അതിനുശേഷം നമ്മൾ ബോധർ ചെയ്യേണ്ട ഏറ്റവും വലിയ ആളുകളാണ് നമ്മുടെ റീഡേഴ്സ്. അതായത് ഒരു റീഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റ് മീഡിയക്ക് ഒരു ലൈഫില്ല. അതായത് നമ്മളെ വായിക്കാൻ ആളുകളില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് എഴുതുന്നത് കൊണ്ട് ഒരു ഉപകാരം ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് നമ്മുടെ റീഡേഴ്സ്. അതായത് ഒരു റീഡർ എങ്ങനെയാണ് ഒരു എഴുത്തിനെ സമീപിക്കുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ എഴുതിയാലാണ് ഇഷ്ടപ്പെടുക എന്നുള്ള രീതി ആ ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ റീഡർക്ക് വേണ്ടിയിട്ടായിരിക്കണം റൈറ്റർ എപ്പോഴും, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ എഴുതേണ്ടത്. അപ്പം അവർക്ക് എന്താണ് അറിയേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് വ്യക്തമായ ധാരണ വെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു റൈറ്റർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ കാര്യങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു റൈറ്ററുടെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു റീഡർ എങ്ങനെയായിരിക്കും ഒരു കാര്യം ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എഴുതുന്നതിന് മുന്നേ ഒരു റീഡറുടെ പെർസ്പെക്റ്റീവില് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ജനറലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളുടെ റീഡർ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഭയങ്കര എക്സ്പേർട്ട് ആണോ, അല്ലെങ്കിൽ നമ്മളൊരു ജനറൽ റീഡർക്ക്, അതായത് എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ച് അറിയുന്ന ഒരു റീഡർക്ക് വേണ്ടിയിട്ടാണോ റൈറ്റപ്പ് എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റീഡർക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എത്രത്തോളം മുൻധാരണകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം അറിവുള്ളവരാണ്, അതുപോലെ തന്നെ അവര് എങ്ങനെയാണ് ഈ ഒരു എഴുത്തിനെ സമീപിക്കുക, അതേപോലെ അവരെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക, അതേപോലെ അവർക്ക് ഇനി എന്തൊക്കെയാണ് കൂടുതൽ അറിയേണ്ടത്, അതേപോലെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു റൈറ്റപ്പ് വായിക്കുന്ന സമയത്ത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു റീഡറിനെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ അവരുടെ എഴുത്തുകൾ എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ ഇതെല്ലാം കഴിഞ്ഞു. അതായത് നമ്മൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു, അതിന്റെ പേർപ്പസ് മനസ്സിലാക്കി, അതിനുശേഷം നമ്മൾ റീഡേഴ്സിനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ റീഡേഴ്സിന്റെ ആ ഒരു മെന്റൽ അങ്ങനെയായിരിക്കും അവരൊരു കാര്യം എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം വരുന്ന ഒരു ഏറ്റവും വലിയ ഒരു പ്രശ്നം, അതായത് റൈറ്ററുടെ സൈഡിൽ വരുന്ന അവർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് മാനേജിങ് ദ റൈറ്റേഴ്സ് ബ്ലോക്ക്. അതായത് നമുക്കറിയാം എല്ലാ ആളുകളും, ഈ എഴുതുന്ന എല്ലാ ആളുകളും, അതേപോലെ വായിക്കുന്ന എല്ലാ ആളുകളും വായനക്കാരും മനുഷ്യന്മാരാണ്, എഴുതുന്ന ആളുകളും മനുഷ്യന്മാരാണ്. അപ്പം ഒരാൾക്ക് എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് ചില ആളുകൾക്കല്ല, മിക്കവാറും എഴുത്തുകാർക്ക് അവർ എഴുതുന്ന സമയത്ത് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ത് ചെയ്യും,
അറൈസ് ചെയ്യും. അതായത് നമുക്ക് ആ എഴുത്തുകാരന്റെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനുള്ള കപ്പാസിറ്റി എന്തായിരിക്കും, ചില സമയത്ത് നഷ്ടപ്പെടുന്നതിനെയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചില സമയങ്ങളിൽ സ്ട്രെസ് കൊണ്ടായിരിക്കാം, ചില സമയത്ത് പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഡിസ്കംഫർട്ടോ അൺഹാപ്പിനെസ്സോ ഒക്കെ കാരണമായിരിക്കാം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാനേജ് ചെയ്യണം. അതിനെയാണ് മാനേജിങ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മള് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതായത് ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലോ അല്ലെങ്കിൽ ഇഷ്യൂലോ ഒന്നുമല്ല, നമ്മുടെ ആ റൈറ്റിങ്ങിന്റെ ഒരു എബിലിറ്റി നമ്മൾക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോ നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫീലിങ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് എന്ത് ചെയ്യുക, അത് എഴുതിക്കൊണ്ടേ ഇരിക്കുക. ആൻഡ് അതേപോലെ തന്നെ ഈ കറന്റ്ലി നമ്മൾ എവിടെ വെച്ചിട്ടാണോ എഴുതുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എഴുതുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു മാനസികമായിട്ട് ഒരു സന്തോഷം തരുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, പോയി അവിടെ ഇരുന്ന് എഴുതി നോക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡെഡ് ലൈനുകൾ, ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുക. ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇത്ര ഏരിയ കവർ ചെയ്തിട്ട് എഴുതും, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ചെറിയ ചെറിയ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ റൈറ്റേഴ്സിനും വരുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷെ വൺസ് അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. സോ ദാറ്റ്സ് ഓൾ ഫോർ മാനേജിങ് ദ റൈറ്റേഴ്സ് ബ്ലോക്ക്. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീ റൈറ്റിംഗ്, അതായത് റൈറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്സുകളാണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റീ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് എഴുത്ത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന്. സോ നമ്മൾ ഫസ്റ്റ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീ റൈറ്റിംഗിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. ഇനി നമ്മൾ റൈറ്റിംഗിലേക്ക് കടക്കുകയാണ്. അപ്പം റൈറ്റിംഗിലേക്ക് കടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ബിഗിനിങ് ടു റൈറ്റ്, അതായത് നമ്മൾ ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം എഴുതുന്ന സമയത്ത് ഇപ്പൊ ഓൾറെഡി നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു 10 to 15 എക്സാമ്പിൾസോ ഫാക്ട്സോ ഒക്കെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ എഴുത്തിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വേണം നമ്മൾ ഒരു കാര്യം എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമ്മൾ എഴുതി തുടങ്ങുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ എഴുതുന്നതാണ് റൈറ്റിംഗ് ദ തീസിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഒരു കാര്യം എഴുതുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ പോയിന്റ്, അതായത് നമ്മൾ എഴുതുന്ന ആ ഒരു ടോപ്പിക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഐഡിയയാണ് എന്ത് ചെയ്യുന്നത്, തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ എഴുതുന്നത്, നമ്മുടെ മെയിൻ ഹെഡ്ലൈൻ എന്താണ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ പോയിന്റ് എന്താണ് എന്നുള്ളതിനെയാണ് നമ്മൾ തീസിസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇൻട്രൊഡക്ഷനിൽ, അതായത് തുടക്കത്തിലായിരിക്കും. നമ്മൾ എഴുതുന്ന എഴുത്തിന്റെ തുടക്കത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, തീസിസ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ആൻഡ് ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. കാരണം എന്താ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നീടുള്ള സെന്റൻസുകളും അല്ലെങ്കിൽ പാരഗ്രാഫ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റേഴ്സ് ആദ്യത്തെ സെന്റൻസ്, അതായത് തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഴുത്തിനെ ഓർഗനൈസ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും സഹായിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ദെൻ ഒരു ഗുഡ് തീസിസ് സ്റ്റേറ്റ്മെന്റ് എഴുതാനുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ആ ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, ആ തീസിസ് സ്റ്റേറ്റ്മെന്റിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, റൈറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരു മെയിൻ ഐഡിയ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക.
ദെൻ അതില് സ്പെസിഫിക് ടേംസുകൾ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം തിസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എന്താണോ എഴുതാൻ പോകുന്നത് ആ ഒരു എഴുതാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള മെയിൻ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ഐഡിയ ആണ് എന്ത് ചെയ്യുന്നത്, തിസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് എസ്സേ മാപ്പ്. എസ്സേ മാപ്പ് എന്ന് പറയുന്നത് ഇപ്പം തിസിസ് സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണ്. അതായത് ഫസ്റ്റ് പാരഗ്രാഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇപ്പം എന്ത് ടോപ്പിക്കാണ് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ ഏതൊരു ഇഷ്യൂ ആണ് നമ്മൾ എഴുതുന്നത് അതിന്റെ ഒരു ബ്രീഫ് സ്കെച്ച് എന്തുണ്ടായിരിക്കും, നമുക്ക് എസ്സേ മാപ്പിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം എസ്സേ മാപ്പിന്റെ ഒരു രണ്ട് ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞാല് അത് ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് സെക്കൻഡ് പാരഗ്രാഫിലും റിലേറ്റഡ് ആയിട്ടുള്ള പാരഗ്രാഫിലും എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്സ് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ വാണ്ടറിങ് ആയിട്ട്, അതായത് സ്കാറ്റേർഡ് ആയിട്ട് വരുന്ന ഇൻഫോർമേഷൻസിനെയൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, എസ്സേ മാപ്പിന് ഒഴിവാക്കാൻ പറ്റും. കാരണം എസ്സേ മാപ്പിൽ തന്നെ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് മെയിൻ പോയിന്റ്സ് എന്താണ്, അതേപോലെ അതിന് താഴെ ഡൗൺ ആയിട്ട് വരുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പം ഈ തിസിസ് സ്റ്റേറ്റ്മെന്റും എസ്സേ മാപ്പും എന്താണ്, നമ്മൾ എഴുതുന്ന പാരഗ്രാഫ്സിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. അതായത് ആ ഒരു എസ്സേ മാപ്പ് അല്ലെങ്കിൽ തിസിസ് സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള പാരഗ്രാഫ്സുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു റൈറ്റപ്പ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കമ്മിങ് പാരഗ്രാഫ്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ എഴുതുന്ന സമയത്ത് പാരഗ്രാഫ് എന്താണെന്ന് നമുക്കറിയാം. അതായത് ഓരോ പർട്ടിക്കുലർ ഐഡിയകളും ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രൽ തീം ഡിഫൈൻ ചെയ്യുന്ന ഒരു സെന്റൻസുകൾ അതായത് 7-8 സെന്റൻസുകളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ആ പാരഗ്രാഫിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തീം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് സെന്റൻസും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അതായത് ആ ഒരു പാരഗ്രാഫിൽ എന്ത് കാര്യമാണോ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആണോ ഡിസ്കസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആയിരിക്കാം, ഒരു പ്രോബ്ലം ആയിരിക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സബ്ജക്ട് വി സെലക്ടഡ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടായിരിക്കുക. സോ ആ ഒരു പെർട്ടിക്കുലർ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കിട്ടും. അപ്പം ഈ ഒരു പാരഗ്രാഫിന്റെ സമയത്ത് മേ ബി എല്ലാ പാരഗ്രാഫിലും എന്ത് ചെയ്തോളണം എന്നില്ല, ടോപ്പിക് സെന്റൻസുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കണ്ടിന്യൂവേഷൻ വരുന്ന സമയത്ത് അതിൽ എന്തായിരിക്കും, കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഫസ്റ്റ് 2-3 പാരഗ്രാഫ്സിലൊക്കെ എന്തായാലും എന്തുണ്ടായിരിക്കും, ടോപ്പിക് സെന്റൻസുകൾ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മൾ 6 or 7 അല്ലെങ്കിൽ 10 to 12 പാരഗ്രാഫ്സ് ഉള്ള റൈറ്റപ്പുകളും കാര്യങ്ങളും ന്യൂസുകളും ഒക്കെ വായിക്കുന്ന ആളുകളാണ്. അപ്പം അതിൽ ജനറലി എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്തുണ്ടായിരിക്കും, ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടായിരിക്കും. അതായത് മെയിൻ പോയിന്റ് എന്താണ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് എന്താണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ എലാബറേഷൻ ഓഫ് എ ടോപ്പിക് സെന്റൻസ്. അതായത് ആ ഒരു ടോപ്പിക് സെന്റൻസിൽ കൂടുതൽ ഡീറ്റെയിൽസുകളാണ് പിന്നീടുള്ള പാരഗ്രാഫ്സുകളിൽ വരിക. ദെൻ ഇല്ലുസ്ട്രേഷൻസ്, അതായത് ചില എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ സമ്മിങ് അപ്പ്, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അതായത് ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥകൾ, അല്ലെങ്കിൽ ഇനി ഇതിനെ കുറിച്ച് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനും എന്തുണ്ടായിരിക്കും, ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. അപ്പം ഈ 4 കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവുമ്പോഴാണ് ഒരു പാരഗ്രാഫ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ഫുൾഫിൽ ആവുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ട്രാൻസിഷണൽ ഡിവൈസ്.
ട്രാൻസിഷണൽ ഡിവൈസസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ചില വേർഡ്സ് അല്ലെങ്കിൽ ചില ഫ്രേസസ്. ഇപ്പം നമ്മൾ ഒരു സെന്റൻസിൽ നിന്ന് മറ്റൊരു സെന്റൻസിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഫുൾ സ്റ്റോപ്പ് ഇടാതെ നമ്മൾ വലിയൊരു സെന്റൻസിനെ കണക്ട് ചെയ്യാണ്. അപ്പൊ ആ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയോ ഫ്രേസസിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിഷണൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സെന്റൻസ് എടുക്കുകയാണ്. അപ്പം ആ ഒരു സെന്റൻസ് ഒരു 20 to 25 അല്ലെങ്കിൽ 30 to 35 വേർഡ്സ് ഉള്ള ഒരു വലിയ സെന്റൻസ് ആണ്. അപ്പം നമുക്ക് അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കട്ട് ചെയ്യണം. അപ്പം ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില വേർഡ്സ് ലൈക്ക് ബിക്കോസ്, ദർഫോർ, ഫർദർ മോർ, നെവർട്ട്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പം അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയോ ഫ്രേസസിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിഷണൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ പോസ്റ്റുകളിൽ അല്ലെങ്കിൽ നമുക്ക് ചില സ്റ്റോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ ഒക്കെ. അപ്പം അതേപോലെ ആ ഒരു നടക്കുന്ന സമയത്ത് വരുന്ന ബ്രേക്കുകൾ അല്ലെങ്കിൽ സൈൻ പോസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റൈറ്റപ്പിൽ നമ്മൾ വരുത്തുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് ട്രാൻസിഷണൽ ഡിവൈസസ് എന്ന് പറയാം. അതായത് ചില സമയങ്ങളിൽ ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സെന്റൻസുകൾ തമ്മിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു ട്രാൻസിഷണൽ ഡിവൈസസ് യൂസ് ചെയ്യുക. സോ ഇപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫ്സ് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എഴുതണം, എങ്ങനെയൊക്കെ എഴുതണം, അതിന്റെ ടോപ്പിക് സെന്റൻസുകൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ അതിന് ഇല്ലുസ്ട്രേഷൻസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. നമ്മൾ എന്തായാലും ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടായിരിക്കും, ഒരു ലാസ്റ്റ് പാരഗ്രാഫ് ഉണ്ടായിരിക്കും. ഇപ്പൊ രണ്ട് ടോപ്പിക് അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫ് ഉള്ള ഒരു റൈറ്റപ്പ് ആണെങ്കിൽ കൂടി അതിനെന്തുണ്ടായിരിക്കും, ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും. അപ്പം ഇൻട്രൊഡക്ഷൻ എന്താ, കൺക്ലൂഷൻ എന്താണ്, അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഫ്യൂ സെന്റൻസ് ഓഫ് ദി റൈറ്റിംഗ്. അതായത് നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ അതിൽ ആദ്യം തുടക്കത്തിൽ വരുന്ന സെന്റൻസുകൾ അല്ലെങ്കിൽ തുടക്കത്തിൽ വരുന്ന വേർഡ്സുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയാ. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഒരു റീഡറുടെ അറ്റൻഷൻ എന്ത് ചെയ്യുന്നേ, സീക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ ഒരു റൈറ്റപ്പ് വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പീസ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത്, ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ ചില ഇൻട്രൊഡക്ഷൻ ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് കയറും, ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അടുത്ത പാരഗ്രാഫിൽ എന്തായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ചില ഇൻട്രൊഡക്ഷനുകൾ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്തൊരു ഇൻട്രൊഡക്ഷനാ, ഇത് വായിച്ചാൽ പ്രത്യേകിച്ചൊന്നും കിട്ടില്ല എന്നുള്ളത് തോന്നും. അപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് മാക്സിമം റീഡേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന, അവരെ കാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ. അപ്പം ഇൻട്രൊഡക്ഷൻ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്, അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, ഒരു കൊട്ടേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു അനെക്ഡോട്ടോ ഒരു ജോക്കോ അല്ലെങ്കിൽ ഒരു കഥയോ വെച്ചിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു കമ്പാരിസൺ, നമ്മൾ ഒന്നൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, അതേപോലെ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം വെച്ചിട്ട്. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാവൂ ഇങ്ങനെ എഴുതാൻ പാടില്ല എന്നുള്ള ഒരു പർട്ടിക്കുലർ റൂൾ ഒന്നുമില്ല. അത് റൈറ്ററുടെ ഇഷ്ടമാണ്. എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, ഓഡിയൻസിനെ മാക്സിമം അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ റീഡേഴ്സിനെ പിടിച്ചിരുത്താൻ ഉതകുന്ന ഒരു ഇൻട്രൊഡക്ഷനെ ആയിരിക്കണം ആ എഴുതേണ്ടത്. ദെൻ അടുത്തത് നമ്മൾ പറയുന്നതാണ് കൺക്ലൂഷൻ. സോ സ്വാഭാവികമായിട്ട് കൺക്ലൂഷൻ എന്താണെന്ന് നമുക്കറിയാം, ഒരു കാര്യം എഴുതി അവസാനിപ്പിക്കുന്ന ആ ലാസ്റ്റ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് കൺക്ലൂഷൻ ഈസ് ദ കംപ്ലീഷൻ ഓഫ് എ ടോപ്പിക്, അതായത് ഒരു ടോപ്പിക് എഴുതി അവസാനിപ്പിക്കുന്നതിന്. അപ്പം കൺക്ലൂഷൻ എഴുതുന്നതിനും ഇതേപോലെ തന്നെ എന്തില്ല, ഒരു പ്രത്യേക റൂളോ റെഗുലേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാവൂ ഇങ്ങനെ എഴുതാൻ പാടില്ല എന്നുള്ളതില്ല. അതും എന്താണ്, അതും റൈറ്ററുടെ ചോയ്സ് ആണ്. പക്ഷെ എന്തൊക്കെ രീതിയിൽ നമുക്കത് അവസാനിപ്പിക്കാം,
റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ദി തിസിസ് സ്റ്റേറ്റ്മെന്റ്, അതായത് മെയിൻ പോയിന്റിന്റെ ഒരു റീസ്റ്റേറ്റ്മെന്റ് ആയിട്ടോ, അതേപോലെ ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു ഇവാലുവേഷൻ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഇംപ്ലിക്കേഷൻ, അതേപോലെ കോൾ ടു ആക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞുകൊണ്ട്, അതേപോലെ കൊട്ടേഷൻ, അതായത് അതോറിറ്റി ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഈ റൈറ്റപ്പ് ശ്രദ്ധിക്കേണ്ട ആളുകൾക്ക് ഒരു കൊട്ടേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അനക്ഡോട്ട് വെച്ചിട്ട്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റൈറ്റപ്പിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ഗുഡ് റൈറ്റിംഗ് ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ് അതേപോലെ സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദെൻ എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ്, ആൻഡ് ഓൾസോ സ്റ്റേജസ് ഇൻ റൈറ്റിംഗ്. അതിൽ പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റീ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ പ്രീ റൈറ്റിംഗിന്റെ സ്റ്റേജസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, അതിൽ കണ്ടിന്യൂ ചെയ്യും നമ്മൾ. താങ്ക് യു.